നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ എന്താണെന്ന് പറയുക കരിഞ്ഞ് ഡ്രൈ ആവണ്ട. അതിൻ്റെ മുന്നിലത്തെ ആ ഒരു സ്റ്റേജിൽ നമുക്കിതിനെ എടുക്കാം. ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ട് ജിനീഷ എനിക്ക് പറഞ്ഞു തന്നതാണ്. ജിനീഷ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ട്രൈ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനം ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഒരു അടിപൊളി സാധനമാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പം ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാം. പിന്നെ എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് നമ്മൾ ഓൾറെഡി ചിക്കൻ കുരുമുളക് ഇട്ടിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ കുരുമുളക് ആഡ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വൈറ്റ് സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവ് വേണമെങ്കിൽ എക്സ്ട്രാ കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലൊരു ടേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പൂരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. രണ്ട് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്, കാരണം ഫ്രൈസ് കട്ടി കുറവായതുകൊണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഈ ഫ്രൈസ് ഇവിടെ വെച്ച് കൊടുക്കുക. നമുക്ക് ആ കോഴിക്കാലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് രണ്ട് സൈഡൊന്നും വലിച്ച് നീട്ടിയിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസിനെ കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് നമുക്ക് എത്താത്ത സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വലിച്ച് നീട്ടിയിട്ട് അതിനെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ നമ്മളെ കോഴിക്കാലിൻ്റെ ഷേപ്പാക്കിയിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കോഴിക്കാലിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കോഴിക്കാല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് കണ്ടില്ലേ, കോഴിക്കാലിൻ്റെ ഒരു ഷേപ്പാണ്. പിന്നെ ഇനി നമുക്കിത് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടൻ്റെ വൈറ്റും പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ്. നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും മുക്കുക. എന്നിട്ട് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യാം. നമ്മളിതിന് രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചിട്ടിട്ട് വേവിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓയിലിൽ കാണുമ്പോൾ ഒരു കോഴിക്കാലിട്ട് പൊരിക്കുന്നൊരു ലുക്കില്ലേ. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് തന്നതിൽ ജിനീഷ വൺസ് അഗെയിൻ എ സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.